Jam with RJ Subbu. ഇപ്പോൾ ക്ലബ് എഫ് എമ്മിന്റെ സ്റ്റുഡിയോയിലെ തന്നനം തെന്നി തേടി വന്ന ഒരു മാർഗഴിക്കാറ്റുണ്ട്. ആ മാർഗഴിക്കാറ്റിന്റെ പേര് മേരി എന്നാണ്. മേരി എന്ന് വെച്ചാൽ അതാരാണ്? അനുപമ. ഹായ് അനുപമ. നല്ല മുടിയുള്ള, നല്ല കണ്ണുള്ള, നല്ല സുന്ദരി പെണ്ണാണ് ഇപ്പൊ ക്ലബ് എഫ് എമ്മിലെ പ്രേമത്തിലെ നായിക സുബുവിന്റെ കൂടെ. ഞങ്ങൾ ഇന്ന് കുറെ പ്രേമത്തിന്റെ കഥകൾ പറയും. റെഡിയല്ലേ സാർ? ഓക്കെ, എങ്കിൽ പറയൂ അനുപമ ആരാണ്, എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ്? അനുപമയാണ്. നാട് ഇരിങ്ങാലക്കുട, പഠിക്കുന്നത് കോട്ടയം. എങ്ങനെയാണ് അത് പറയും. എന്തെങ്ങനെയാണെന്ന്? അനുപമ എങ്ങനെയാണ്? അനുപമ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഈ ഇരിക്കുന്ന പോലെ പ്രേമത്തിൽ അഭിനയിച്ച പോലെ കുറച്ചൊക്കെ. പ്രേമത്തിലേക്ക് വന്ന വഴി ഒറ്റടിക്ക് പറയൂ, കേൾക്കട്ടെ. കാസ്റ്റ് കോൾ, ഓഡിഷൻ. ആരാണ് ആദ്യമായിട്ട് താങ്കളുടെ ഓഡിഷന് വേണ്ടി ഫോട്ടോസ് അയച്ചു കൊടുത്തത്? അത് എന്റെ ഫ്രണ്ട് അർച്ചന. പ്രേമത്തിലേക്ക് എത്തിയ ആദ്യ സീൻ, താങ്കൾ അഭിനയിച്ച ആദ്യ സീൻ ഏതാണ്? ജോർജ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻ ആയിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോയോ? ചെറുതായിട്ട്. ഓഡിഷൻ ആയിരുന്നേ. പ്രേമത്തിൽ ഏറ്റവും കഷ്ടപ്പെട്ട സീൻ ഏതാണ്? അത് തന്നെയാണ്. ഓഡിഷൻ വെച്ച സീനിലാണ് താങ്കൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത്? കഷ്ടപ്പാട് കൂടുതലായതുകൊണ്ടായിരിക്കും ഓഡിഷൻ വെച്ചത്. ശരി, പ്രേമത്തിലെ ലൊക്കേഷനിൽ താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം? അൽഫോൻസ്, ഡയറക്ടർ. പ്രേമത്തിന്റെ ലൊക്കേഷനിൽ വെച്ച് നിവിൻ പോളി താങ്കളായിട്ട് എങ്ങനെയായിരുന്നു? വളരെ ജാടയുള്ള കക്ഷിയാണോ നിവിൻ പോളി? അതോ വളരെ കൂളാണോ? കൂൾ ഗായ് ആണ്. ആദ്യം നമുക്ക് റിസർവ്ഡ് ആയി തോന്നും, ബട്ട് ഹി ഈസ് എ കൂൾ ഗായ്. ഓക്കെ, അപ്പൊ ഇത് ക്ലബ് എഫ് എം ആണ്, സ്റ്റാർ ജാം ആണ്. മുടി എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ഇടുക? അതോ പ്രേമത്തിന് ശേഷമാണ്? ഞാൻ മുടി മിക്കവാറും ടൈ ചെയ്ത് വെക്കാം. എനിക്കിത് ഹാൻഡിൽ ചെയ്തുകൊണ്ട് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പ്രേമത്തിന് ശേഷം പക്ഷെ ഇങ്ങനെ ആക്കി. ഇത് ഫോർ സിറ്റുവേഷൻ, എനിക്ക് വേറെ സ്ഥലത്ത് പോകാനുണ്ട്, അതുകൊണ്ട് ഇങ്ങനെ. ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമില് എന്റെ കൂടെ പ്രേമത്തിലെ നായിക അനുപമ പരമേശ്വരനാണ്. സത്യം പറഞ്ഞാൽ ഇവിടെ പ്രേമത്തിന്റെ ഒരു മൊത്തത്തിൽ ശലഭങ്ങളുടെ കളിയാണ്. സ്റ്റുഡിയോയിൽ കുറെ ശലഭങ്ങളൊക്കെ. ശരി, ഒരു ഫിലിം ക്യൂസ് ആണ്. ഞാൻ താങ്കളുടെ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു സിനിമയുമായി ബന്ധപ്പെട്ട്. എനിക്കറിയാത്ത ഉത്തരങ്ങൾ പറഞ്ഞു പഠിക്കാൻ വേണ്ടി. ഓ, താങ്കൾ ഇപ്പൊ എന്റെ ശിക്ഷയാണ്. ഓക്കെ, ശിക്ഷ തുടങ്ങട്ടെ. ഈ വർഷത്തെ ഓസ്കാർ നേടിയ സിനിമ പെട്ടെന്ന് പറയൂ. അത് ബാഡ്മാൻ. NFDC ചെയർമാനായിട്ട് ഇപ്പോ നിയമിതനാവാൻ പോകുന്ന മലയാളത്തിലെ ഒരു സൂപ്പർ സ്റ്റാർ അതാരാണ്? ലഡു പൊട്ടോ? സുരേഷ് ഗോപി. ഉറപ്പാണോ? കേട്ട ഓർമ്മയുണ്ട്. ഞാൻ സമ്മതിച്ചു. ഹൈദരാബാദ് ഫിലിം സിറ്റിയുടെ മുഴുവൻ പേരെന്താണ്? രാമോജി ഫിലിം സിറ്റി. രാമോജി റാവ് ഫിലിം സിറ്റി. സമ്മതിച്ചു. മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ? മറ്റേ ചെമ്മീൻ. ചെമ്മീൻ. ഓക്കെ, കിട്ടിയല്ലേ? കറക്റ്റ് ഫുൾ കളർ സിനിമ അല്ലേ? എന്നാലും ചെമ്മീന്റെ ഒരു വകഭേദമാണ് അല്ലേ? മൈക്കെടുത്ത് ഒറ്റ അടി അടിച്ചാണ്ടല്ലോ. കണ്ടം വെച്ച കോട്ട് അതും തെറ്റി. പോട്ടെ, മമ്മൂട്ടി കിട്ടിയ നാഷണൽ അവാർഡ്സിന്റെ എണ്ണം? എന്റെ അമ്മ, അതെങ്ങനെ പഠിച്ചു? അതൊക്കെ പഠിച്ചു. ഓക്കെ, നേരം സിനിമയുടെ സംവിധായകൻ? അൽഫോൻസ് പുത്രൻ. ഓക്കെ, താങ്കളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണോ ഇപ്പോൾ അൽഫോൻസ് പുത്രൻ? അതുകൊണ്ടാണോ അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമ നോക്കി വെച്ചത്? എനിക്ക് ഇഷ്ടമായ മൂവി, അപ്പൊ പിന്നെ ഓബ്വിയസ്ലി എനിക്ക് അറിയാലോ. ശരി, നിവിൻ പോളി ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഏതാണ്? നിവിൻ ചേട്ടൻ ആദ്യമായിട്ട് അഭിനയിച്ചത് മലർവാടി. അതിന്റെ ഡയറക്ടർ ആര്? വിനീത് ശ്രീനിവാസൻ. കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാലേ? കുറച്ചൊക്കെ. അമ്പേ പൊട്ടിയല്ല. അല്ല. True or false? True or false? ഇനി ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ ട്രൂ ഓർ ഫോൾസിന്റെ ടൈമാണ്. പ്രേമത്തിലെ നായിക അനുപമ പരമേശ്വരനും ഞാനും തമ്മിൽ ഒരു തെറ്റും ശരിയും കളി. റെഡി സർ? ഞാനല്ല എപ്പോഴും ചിരിക്കും, ഫുൾ ടൈം ചിരിച്ചിരിക്കും. അമ്മ എന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്. സന്തോഷം വന്നാൽ ഞാൻ ഡാൻസ് കളിക്കും, വീട്ടിൽ തുള്ളിച്ചാടും. ഔട്ടിംഗ് ഭയങ്കര ഇഷ്ടമാണ്. സൈക്കിൾ ഇഷ്ടവാഹനം. മേരിക്ക് സൈക്കിളാണ് ഏറ്റവും ഇഷ്ടം. സൈക്കിൾ എപ്പോഴും കൂടെ. അനുപമ പരമേശ്വരന്റെ സൈക്കിൾ അല്ല. എനിക്ക് നടക്കാനും കൂടുതൽ ഇഷ്ടം. ഉറക്കം ഒരു വീക്ക്നെസ് അല്ല. ഉറങ്ങാറില്ല. കുറവാണോ? അതെന്തുപരി? സാധാരണ ഈ പ്രായത്തിലുള്ള കുട്ടികൾ നല്ലപോലെ ഉറങ്ങുന്ന കുട്ടികളാണല്ലോ. താങ്കൾക്ക് എന്താണ് ഉറക്കം കിട്ടാത്തത്? മനസ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? അതൊന്നുമല്ല, എനിക്ക് പണ്ടേ അങ്ങനെ ചെറുപ്പം മുതലേ ഉറക്കം കുറവാ. പ്രേതം ഭൂതം ഒക്കെ പേടിയാണോ? ഇല്ല. ഓക്കെ, ഏറ്റവും പേടിയുള്ള കാര്യം എന്താണ് താങ്കൾക്ക് ലൈഫില്? അതറിയില്ല. അങ്ങനത്തെ ഒരു സംഭവം നേരിട്ട് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും അതായിരിക്കും ഏറ്റവും പേടിയുള്ള കാര്യം. ഞാനൊരു ചിന്ന ഗായിക. കമ്മലുകളുടെ ഒരു കളക്ഷൻ ഉണ്ട് എന്റെ വീട്ടിൽ. കുറവാണ്. ഏറ്റവും കൂടുതൽ താങ്കൾ കളക്ട് ചെയ്യുന്ന കാര്യം എന്താണ്? എനിക്ക് അങ്ങനെ ഒന്നിനോടും കാര്യമുള്ള ക്രേസ് ഒന്നുമില്ല. പണ്ട് ചോക്ലേറ്റ് റാപ്പേഴ്സ് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കുമായിരുന്നു. ശരി, ഞാനൊരു അന്ധവിശ്വാസി. സിനിമയിൽ കയറുമ്പോൾ സാധാരണ ആളുകൾക്ക് ചെറുതായിട്ട് അന്ധവിശ്വാസം വരാറില്ലേ? പക്ഷെ എനിക്ക് വന്നിട്ടില്ല. ഫ്രണ്ട്സിൽ നിന്നും എനിക്ക് ചില പാരകൾ കിട്ടിയിട്ടുണ്ട്. ഒരു പാര കേൾക്കട്ടെ. ഒരു പാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ട് പണി തന്നിട്ട് നമുക്ക് പണി തന്നിട്ട് അവരെ സ്കൂട്ടായിക്കോളും. ആണോ? അങ്ങനെ സ്കൂട്ടായ കഥയാണ് ഞാൻ ചോദിച്ചത്. സ്കൂട്ടായ കഥ സ്കൂളിംഗ് ടൈമിലൊക്കെ ആയിരിക്കും. ഞങ്ങൾക്ക് റെസ്ട്രിക്റ്റഡ് ആയുള്ള ഒരു ഏരിയ ഉണ്ട് അവിടെ. ആ ഒരു ഏരിയയിൽ പോയി കഴിഞ്ഞാൽ അവിടെ കുറെ നേരം കളിയൊക്കെ നടന്നു. കളി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ബാക്കി ആരും ഉണ്ടായില്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ എപ്പോഴും ടീച്ചറിന്റെ ചീത്ത കേൾക്കാൻ വേണ്ടി ഫ്രണ്ടിൽ തന്നെ പോയി നിൽക്കും. ഹോസ്റ്റലിൽ ഇത് തന്നെ മിസ് എപ്പോഴും എന്നെ തന്നെ വിളിക്കുള്ളൂ. എന്തെങ്കിലും കുരുത്തക്കേടുണ്ടെങ്കിൽ ഞാനാണെന്ന് വിചാരം. ഞാൻ ഒരു ചോക്ലേറ്റ് കൊതിയെത്തി. ചോക്ലേറ്റ് ഇഷ്ടമേ അല്ല. ഇഷ്ടമാണ്, പക്ഷെ അങ്ങനെ കൊതിയൊന്നുമില്ല. ഏറ്റവും കൊതി തോന്നുന്ന ഫുഡ് ഏതാണ് അനുഭവിക്കുക? പല സമയത്തും പലതാണ്. ഇപ്പൊ എനിക്ക് ചോറിന് കഴിക്കാനാ തോന്നുന്നത്. ഈ സമയത്തൊക്കെ നമ്മൾ എങ്ങനെ ചോറ് കഴിക്കും? എനിക്ക് ഏറ്റവും ഇഷ്ടം ചോറായിരിക്കണം ഒരു പക്ഷേ. ചോറിന്റെ കൂടെ എന്ത് വെജിറ്റബിൾ കറിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ചിക്കൻ ഇഷ്ടം, ബട്ട് ഡിപ്പെൻസ്. വായനോട്ടം ഒരു ഹോബി? അത്രയ്ക്ക് വലിയ ഹോബി അല്ല. നോക്കും, നന്നായിട്ട് തന്നെ നോക്കും. അല്ല, അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. കൊള്ളാലോ. പിന്നെ വായനോട്ടം ഇസ് നോട്ട് എ ബാഡ് തിങ്. ഓറഞ്ച് എന്റെ ഇഷ്ട നിറം. എവറി കളേഴ്സ് എനിക്ക് ഇഷ്ടം. ബസ്സിൽ യാത്ര ചെയ്യുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത്
ഏതെങ്കിലും പൂവാലന്മാരെ ശല്യം ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ? നമ്മുടെ അടുത്ത് അനോയിങ്ങായിട്ട് ഇടയ്ക്ക് ബിഹേവ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന് ഞാൻ മൈൽഡ് രീതിയിൽ റെസ്പോണ്ട് ചെയ്തു. എങ്ങനെയാണ് മൈൽഡ് രീതിയിൽ റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത്? കേൾക്കട്ടെ. നമ്മുടെ മേത്തൊക്കെ ഇങ്ങനെ മുട്ടി നിൽക്കുമ്പോൾ ചേട്ടാ ഒന്ന് നീങ്ങിയെന്നോട്, ഇത്രയധികം സ്ഥലമല്ലേ, അത്രേ ഞാൻ ചെയ്യാറുള്ളൂ. വെറുതെ എന്തിനാ ഓവർ റിയാക്ട് ചെയ്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കണേ? ഞാൻ എപ്പോഴും പൊട്ടു തൊടും. ഇല്ല, ഞാൻ ഇടയ്ക്ക് പൊട്ടു തൊടും. ഇറ്റ് ഡിപെൻഡ്സ്. എന്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് എന്റെ മുടി. എന്താണ് താങ്കളുടെ ഏറ്റവും വലിയ കോൺഫിഡൻസ്? The way I am, I think. സീരിയൽ കാണുന്നത് ഇഷ്ടം? ഹിന്ദി സീരിയൽസ് കാണാറില്ല? പണ്ട് എപ്പോഴൊക്കെ കണ്ടിരുന്നു. ഇപ്പൊ കുറെ നാളായിട്ട് ടി വി അധികം കാണാറില്ല. മിക്കവാറും ഹോസ്റ്റലിൽ ടി വി ഒന്നും ഇല്ല. പിന്നെ അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് കുറഞ്ഞു. പാചകമടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. യെസ്, ഷുവർ. ഏറ്റവും കൂടുതൽ പാചകം അടിക്കുന്ന എന്തിനെ കുറിച്ച്? അങ്ങനെയൊന്നുമില്ല, എന്തിനെ കുറിച്ച് മാത്രമേ ഉള്ളൂ. വിഷയം ഒരു പ്രശ്നമല്ല. ഇല്ല, ഗോസിപ്സ് അല്ല. എന്തായാലും നാരങ്ങ മുട്ടായി തൊട്ട് ചിലപ്പോ ഗോൾഡ് ബിസ്ക്കറ്റ് വരെ നമ്മൾ സംസാരിക്കും. നാരങ്ങ മുട്ടായി ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നല്ലേ? എനിക്ക് ഇഷ്ടം. ക്ലബ് എഫ് എമ്മില് സ്റ്റാർ ജാമില് ബെറ്റിന്റെ ടൈമാണ്. ഞാനും നമ്മളുടെ അനുപമ പരമേശ്വരനും തമ്മിൽ ഒരു ചെറിയ ബെറ്റ്. പന്തയം വെച്ചിട്ടുണ്ടോ മുൻപ്? വളരെ കുറവാണ് പന്തയം വെക്കലൊക്കെ. ആണോ? എന്താ പേടിയാണോ എല്ലാ കാര്യത്തിനോടും? പേടിയൊന്നുമല്ല, മൊത്തത്തിൽ അങ്ങനെ വലിയ താല്പര്യമില്ല കാര്യങ്ങളോട്. വളരെ നമ്മൾ നിസ്സംഗമാണ് ലൈഫിൽ. ഓവർ എക്സ്പെക്ടേഷൻ ഇല്ല താങ്കൾക്ക്? ഇല്ല, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, പക്ഷെ ഓവർ എക്സ്പെക്ടേഷൻസ് ഇല്ല. അനുപമയ്ക്ക് പ്രായത്തിൽ കവിഞ്ഞൊരു പക്വത ഉള്ള പോലെ പറഞ്ഞില്ലേ? ഇപ്പൊ ഇഷ്ടമല്ലേ പറഞ്ഞപ്പോ? സന്തോഷം. അല്ല, ഇത് കേൾക്കാൻ ആഗ്രഹിച്ചിരുന്ന കാര്യമല്ല. നിവിൻ പോളി അല്ലാതെ താങ്കളെ ഫിഷ് ഫ്രൈ ആയിട്ട് ഉപമിച്ചിട്ടുള്ള വേറൊരാൾ ആരാണ്? ആരുമില്ല, നിവിൻ പോളി മാത്രം. ഈ പടത്തിൽ നിവിൻ ചേട്ടന്റെ പറഞ്ഞു കൊടുത്തേക്കുന്നതല്ലേ അൽഫോൻസ്. ആദ്യ ഷോട്ട് എത്ര ടേക്ക് എടുത്തു താങ്കളുടെ? ആദ്യ സീൻ ഓഡിഷൻ വൺ ടൈം എടുത്തുള്ളൂ. ഒറ്റ ടേക്കിൽ താങ്കൾ ഓക്കെ പറഞ്ഞു മൂവിയില്? അതൊരു കംഫർട്ടബിൾ ആയുള്ള ഷോട്ട് അവരെന്നെ കണ്ടുപിടിച്ച് എനിക്ക് തന്നാ. അതേതായിരുന്നു കംഫർട്ടബിൾ ആയ ഷോട്ട്? നടന്നു പോവാ. കൊള്ളാവേദന പാലത്തിൽ നടക്കുന്നതാണോ? നോ, പിന്നെ അത് ഇങ്ങനെ ഒരു ലെറ്റർ എഴുതുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നെയില് മാറി പാസ് ചെയ്യുന്നുണ്ട്. വെറുതെ നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് നല്ലൊരു പാട്ട് കേൾക്കാം. റെഡി? പെൺമണിയെ നുണുക്കു വിദ്യകളാൽ മാടപ്രാപിട പോലെ കുരുക്കിലാക്കണം തുടുത്ത പുങ്കവിളിൽ. പറയൂ, ആരാണ് ഈ പാട്ട് പാടിയത്? എന്റെ സ്വന്തം നാട്ടുകാരനായ ഇന്നസെന്റ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സൂപ്പർ സൂപ്പർ, അതെനിക്ക് ഇഷ്ടമായി. പക്ഷെ എനിക്ക് അറിയേണ്ട കാര്യം ഇതല്ല, ഏത് മൂവിയിലെ പാട്ടാണ്? മിസ്റ്റർ ബട്ട്ലർ. ഇതെങ്ങനെ കിട്ടി? എനിക്കറിയാം. അപ്പൊ ഞാൻ തോറ്റു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിലെ ബെറ്റിൽ ഞാൻ തോറ്റിരിക്കുന്നു. വളരെ സന്തോഷം എനിക്ക്, കാരണം തോറ്റല്ലോ. ഓക്കെ, അപ്പൊ എന്തായാലും അനുപമ, ഞാൻ താങ്കളെ എനിക്ക് ഇഷ്ടമായിട്ടോ. കാരണം ഒരുപക്ഷെ ദിലീപ് ഏട്ടൻ പിന്നെ അനന്യ കുറച്ചു പേർക്ക് മുൻപിലെ ഞാൻ വളരെ പെട്ടെന്ന് തോറ്റിട്ടുള്ളൂ. വീണ്ടും താങ്കൾക്ക് മുൻപിൽ ഞാൻ തോറ്റു കഴിഞ്ഞിരിക്കുന്നു. അതൊരു ഇത്രയും ഇഷ്ടം ഈ പാട്ട് വരാൻ കാരണം എന്താ എനിക്ക് മനസ്സിലായില്ല. ഞാൻ ഒരിക്കലും ഇന്നസെന്റ് ആണെന്ന് താങ്കൾ തിരിച്ചറിയുന്ന അറിയാം, പക്ഷെ മിസ്റ്റർ ബട്ട്ലർ എങ്ങനെ തിരിച്ചറിഞ്ഞു? എനിക്ക് ആ സിനിമ ഇഷ്ടമാണ്. ഞാൻ പണ്ട് ചെറുപ്പത്തിൽ ഒരുപാട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഈ ഒരു പാട്ട് എന്ന് പറയുന്നത് ഇത്തിരി കോമിക് ആയിട്ടുള്ളതായതുകൊണ്ട് ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പറയൂ, ഞാൻ എന്ത് ചെയ്യണം ഇപ്പൊ ക്ലബ് എഫ് എമ്മിലെ സ്റ്റാർ ജാമിൽ കേൾക്കട്ടെ? കാര്യമായിട്ടൊന്നും ചെയ്യണ്ട, ഒരു പൂച്ചയുടെ ശബ്ദത്തിൽ ആലുവാപ്പുഴ പാട്ട് പാടിയാൽ മതി. കാര്യമായിട്ടൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞത് ഇതാണോ? സ്മോൾ തിങ്. പൂച്ചയാണോ ഇഷ്ടപ്പെട്ട മൃഗം? പൂച്ച എനിക്ക് ഇഷ്ടം. ഓക്കെ, അപ്പൊ ആലുവാപ്പുഴ ഞാനിപ്പോ പൂച്ചയുടെ ശബ്ദത്തിൽ പാടണം. എവിടെ വെച്ച് പൂച്ചയ്ക്ക് തൊണ്ട ഇടറുന്നു ആ സമയത്ത് താങ്കൾ പാടണം. റെഡി? പൂച്ചയ്ക്ക് ശബ്ദം ഇടറാറില്ല. ഉണ്ട്, ചില സമയത്ത് പൂച്ച. അത് സ്നേഹം കൂടുമ്പോഴാ. അങ്ങനെയാണോ? അപ്പൊ എനിക്കിപ്പോ സ്നേഹം കൂടും. പ്രേമത്തിലെ നായികല്ലേ? പണി തിരിച്ചില്ലേ? ഒരിക്കലും ഇല്ല. ശരി, ഞാൻ ആദ്യത്തെ ഒരു വരി അങ്ങനെ ട്രൈ ചെയ്യും. വളരെ ബുദ്ധിമുട്ടാണ് ഈ പറഞ്ഞ കാര്യം. എങ്കിലും തോറ്റ നിലക്ക് ഞാൻ ശിക്ഷ ഏറ്റെടുത്തല്ലേ മതിയാവുള്ളൂ. ഒരു പൂച്ചക്കുട്ടി നല്ലപോലെ ആലുവ പുഴ പാടിയിരിക്കുന്നതിന് താങ്കളൊന്ന് പാടും, ഞാൻ കേൾക്കട്ടെ. വെറുതെ ഞാനിപ്പോ നിവിൻ പോളിക്ക് പകരമായിട്ട് വഞ്ചിയിലിരിക്കാൻ പോവാണ്. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് തന്നനം തിന്നി തിന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ്. ക്ലബ് എഫ് എമ്മിൽ സ്റ്റാർ ജാമിൽ AK47 റൗണ്ട് ആണ്. ഞാൻ AK47 എടുത്ത് നിൽക്കുന്നു. പക്ഷെ വളരെ ബുദ്ധിമതിയായ നായികയാണ് ഇപ്പൊ എന്നോടൊപ്പം. കുറെ ആൺകുട്ടികളെ പറ്റിച്ച ആളാണ്. മനസ്സിൽ ലഡ്ഡുകൾ ഇങ്ങനെ പൊട്ടിക്കൊണ്ടേയിരിക്കും. അപ്പൊ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം, AK47 തുടങ്ങാം. പെൺകുട്ടികൾക്ക് ഇഷ്ടം നാടൻ ആൺകുട്ടികളെ, മോഡേൺ ആൺകുട്ടികളെ? എനിക്ക് നാടൻ. യെസ്. ആൺകുട്ടികളിൽ പ്രേമം ഏറ്റവും തീവ്രമായി ഫീൽ ചെയ്യുന്നത് കണ്ണുകളിൽ, വാക്കുകളിൽ? കണ്ണിൽ. അനുപമയുടെ അടുത്ത് വരുന്ന ആൺകുട്ടികളിൽ എത്ര പേർക്ക് കണ്ണുകളിൽ പ്രേമം ഫീൽ ചെയ്തു? വളരെ ചുരുക്കം പേർക്ക്. അത്ര കുറച്ച് പേർക്ക് താങ്കളുടെ അടുത്ത് പ്രേമം തോന്നിയിട്ടുള്ളൂ? കണ്ണിൽ തോന്നണല്ലോ. ഇപ്പൊ എന്റെ കണ്ണിലേക്ക് നോക്കൂ. എനിക്കൊന്നും തോന്നണം.
ശലഭം മഴ പ്രേമത്തിന്റെ ഏറ്റവും രസമുള്ള ഒരു സിമ്പൽ ഏതാണ്? നമ്മുടെ ഓം ശാന്തി ഓശാനയില് നമ്മുടെ നസ്രിയ പറയണത് ഒരു ആപ്റ്റ് ഡയലോഗാണ്. എന്താണ്? അടിവയറ്റില് മഞ്ഞ് വീണ സുഖമുണ്ട്. അതാണ്. പുഴ, കടൽ, കാമുകനോടൊപ്പം കാണാൻ ഏറ്റവും ഇഷ്ടം ഏതാണ്? ആൽവപ്പുഴ ഇറങ്ങിയപ്പോഴാണ് പുഴയുടെ ഭംഗി ഞാൻ ആദ്യമായിട്ട് ഇത്രയധികം ആസ്വദിക്കുന്നത്. സോ പുഴ. നിവിൻ പോളി, അൽഫോൻസ് പുത്രൻ ഏറ്റവും സഹായിച്ചതാര് താങ്കളെ? അൽഫോൻസ്. ഫഹദ്, ദുൽഖർ. ഇനി ആരുടെ നായികയാവണം? ദുൽഖർ. എന്താണ് ഫഹദിനെ വേണ്ടെന്ന് വെച്ചത്? കേൾക്കട്ടെ. ഫഹദിന്റെ അടുത്ത് നായികയായിട്ട് പോകണമെങ്കിൽ ഒരു ഇത്രയും കൂടി മെച്ചോറിറ്റി ലെവൽ വേണം എന്ന് എനിക്ക് തോന്നുന്നു. ശരി. വാട്സാപ്പ്, FB. പ്രേമം കത്തിപ്പടരാൻ സാധ്യത ഏതിലാണ്? FB. മേരി, അനുപമ. ഇപ്പോൾ കേൾക്കാൻ ഇഷ്ടം ഏത്? മേരി. അനുപമ പരമേശ്വരനിൽ ഏറ്റവും കൂടുതലുള്ളത് ബുദ്ധി, സൗന്ദര്യം. ബുദ്ധിയാണെന്ന് ഞാൻ സ്വന്തം വിചാരിക്കുന്നു. മറ്റുള്ളവർ അത് പൊട്ടത്തരായിട്ട് കണക്കാക്കുന്നുണ്ടാവും. ഫേസിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം? കണ്ണ്. ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം? മൂക്ക്. എന്ത് പറ്റി? അറിയില്ല. ഓക്കെ. FBയില് ഫേക്ക് പേജസിന്റെ എണ്ണം ഇപ്പോ? നോ ഐഡിയ. ആദ്യമായി ഒരു ആൺകുട്ടി പ്രേമം പറഞ്ഞ ക്ലാസ്? 5. എന്ത് ചെയ്തുണ്ട് ആ സമയത്ത്? ഞാൻ അമ്മയടുത്ത് വന്ന് പറഞ്ഞു തോന്നുന്നു. അപ്പൊ അമ്മ എന്ത് പറഞ്ഞു? എനിക്ക് അമ്മ നല്ല കാര്യം ഞാൻ ഇഷ്ടമാണെന്നാ പറഞ്ഞത്. എനിക്കറിയില്ലായിരുന്നു ആ സമയത്ത് അതെന്താ സംഭവം. പിന്നെ ആദ്യമായി അനുപമ പ്രണയം തുറന്നു പറഞ്ഞ ആൺകുട്ടിയുടെ പേര്? പറയാൻ പറ്റില്ല. വെറുതെ ആദ്യത്തെ അക്ഷരം പറയൂ, കേൾക്കട്ടെ. വേണ്ട, അത് പറയണ്ട. വെറുതെ എന്തിനാ റിസ്ക് എടുക്കണം. ഓക്കെ, റിസ്ക് അല്ല. ഇപ്പോഴും ആ പ്രണയം നിലനിൽക്കുന്നുണ്ടോ അതോ പൊട്ടിപ്പാളീസായി? തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ടായിരുന്നു അത്? ആയിരുന്നു. എവിടെയോ പൊട്ടി. പിന്നെ അങ്ങോട്ട് മാലപ്പടക്കായിരുന്നു. ഓക്കെ. ഇപ്പൊ എവിടെയുണ്ട് കക്ഷി? ഇവിടെയൊക്കെ തന്നെ ഉണ്ട്. എവിടെ? ഇതിനുള്ളിലോ? നാട്ടിലെ. ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി. ശരി. കല്യാണം കഴിക്കണമെന്ന് തോന്നിയ നടൻ ആരാണ്? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഏതെങ്കിലും ഒരു നടനെ കണ്ടിട്ട് ഒരു ക്രഷ് ഫീൽ ചെയ്തിട്ടുണ്ട് എപ്പോഴെങ്കിലും? കണ്ണത്തിൽ മുത്തമിട്ടാൽ സിനിമയിൽ എനിക്ക് മാധവനോട് ഭയങ്കര ക്രഷ് തോന്നി. പ്രേമം പറയുന്നവനുണ്ടാവേണ്ട ഒരു ഗുണം അനുപമയുടെ കാഴ്ചപ്പാടിൽ? ചങ്കൂറ്റം. ഏറ്റവും നല്ല കാമുകന്റെ ഒരു ലക്ഷണം? ചങ്കൂറ്റം. പ്രേമം ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു ഫീൽ ആണോ? പ്രേമം എല്ലാവരും ഉള്ളിലുള്ള ഒരു ഫീലാണ്. അത് എപ്പോഴെങ്കിലും ഒക്കെ ഒരു കക്ഷിയുടെ അടുത്ത് തോന്നും എന്നല്ലാതെ അതിലേക്ക് മാത്രം ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തോന്നിയിട്ടില്ല ആരോടും? ആരോടും തോന്നിയിട്ടില്ല. ഇപ്പൊ ജോർജിനെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അത് നിവിൻ പോളി അല്ലാത്ത ജോർജ്. ക്ലബ് FM സ്റ്റാർ ജാമലിനെ ജാം ജ്യൂസർ. എന്താവും ഇന്ന് ആരാണ് ജ്യൂസ് അടിക്കപ്പെടുക ഒരു നിശ്ചയമില്ല. എന്തായാലും ഇപ്പൊ എന്നോടൊപ്പം പ്രേമത്തിലെ മേരിയാണ്. അത് അനുപമയാണ്. അനുപമ നിർത്താൻ വേണ്ടിയാണോ ടൺ കണക്കിന് ഫൺ പറഞ്ഞത്? ഇരിക്കട്ടെ, തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ശരി. പ്രേമത്തിൽ അഭിനയിച്ചപ്പോൾ ശരിക്കും നിവിൻ പോളിയോട് പ്രേമം തോന്നിയോ? സത്യമേ പറയാൻ പാടും. ഇനി എന്നോട് പറഞ്ഞാൽ ബീപ്പ് ശബ്ദം വരും ഇവിടെ. അങ്ങനെ ചോദിച്ചാൽ അഭിനയിക്കുമ്പോൾ ശരിക്കും തോന്നി. ഇതാണ് എന്റെ മുഖത്ത് എക്സ്പ്രഷൻസ് പറഞ്ഞത്. ഓക്കെ. അഭിനയിക്കാത്ത സമയത്തോ? അങ്ങനെയില്ല. വെറുതെ നിവിൻ പോളി നടക്കുമ്പോ ഒക്കെ കൊള്ളാലോ, കക്ഷി നോക്കിയാലോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇരിങ്ങാലക്കുടയിൽ നിന്ന് മലയാള സിനിമയുടെ കുടക്കയിലേക്ക് ആരുടെയൊക്കെ കാല് പിടിച്ചു? ആരെയും കാല് പിടിച്ചില്ല. കാല് പിടിക്കേണ്ടി വന്നതില്ല. ഓഡിഷൻ വഴി കയറിയതല്ലേ. ആദ്യമായി പ്രേമം കണ്ടത്, അനുഭവിച്ചത് എപ്പോൾ? ഫിലിം. നോ, താങ്കൾ റിയൽ ലൈഫിൽ പ്രേമം കണ്ടത് 7th. പക്ഷെ ആ പ്രേമം സക്സസ് ആയെന്ന് പറയാനില്ല. ഇല്ല, സക്സസ് ആയ പ്രേമമാണ് നമുക്ക് അറിയേണ്ടത്. കാരണം അനുഭവിച്ചതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടല്ലോ. +1 അതാണ് പൊട്ടിപ്പോയെന്ന് പറഞ്ഞത്. ഒരു സങ്കടമൊക്കെ. സങ്കടം ഉണ്ടോ അത് പൊട്ടിപ്പൊളിഞ്ഞാല്? അല്ല, പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് രണ്ടുപേരും മനസ്സിലാക്കിയുള്ളതല്ലേ. സിനിമയിലേക്ക് വന്നപ്പോൾ കിട്ടിയ ഉപദേശം, സിനിമക്കാരിൽ നിന്നും കിട്ടിയ ഉപദേശം പറയും. സെലക്റ്റീവ് ആവണം. പാരന്റ്സിൽ നിന്നും കിട്ടിയത്? ഫാമിലിക്കും ഒക്കെ കംഫർട്ടബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുക. ബന്ധുക്കൾ? ഇത് തന്നെ സെയിം തിങ്. ഫ്രണ്ട്സ്? മാനം കെടുത്തരുത്. അതെനിക്ക് ഇഷ്ടമായി. അരുവിക്കര ഇലക്ഷനിൽ മലയാള സിനിമയിൽ നിന്നും ഒരാളെ നിർത്തണം. അതാരെയാണ് താങ്കളുടെ കാഴ്ചപ്പാടിൽ? പെട്ടെന്ന് പറയും. എനിക്ക് മലയാളം സിനിമയിൽ നിന്ന് ഡയറക്റ്റായിട്ട് പരിചയം ആരുമില്ല. അപ്പൊ അങ്ങനെ ഞാൻ പറയാം. എന്നാലും പെട്ടെന്ന് താങ്കൾക്ക് ഒരു കാഴ്ചപ്പാടില്ല. ഓക്കെ, മലയാള സിനിമ കാണുന്ന ആളാണല്ലോ. ഒരാളെ ആരെയാണ് താങ്കൾക്ക് ഇലക്ഷന് നിർത്താൻ തോന്നുന്ന ഒരു നടൻ അല്ലെങ്കിൽ നടി അരുവിക്കരയില്? സായി പല്ലവി നിർത്താം. അതെന്താ അത് പെട്ടെന്ന് വോട്ട് കിട്ടുന്ന? സാധ്യത കൂടുതലാണ്, വളരെ കൂടുതലാണ്. കഥാപാത്രം ആവശ്യപ്പെട്ടാലാണോ ഡയറക്ടർ ആവശ്യപ്പെട്ടാലാണോ താങ്കൾ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവുക? വിട്ടുവീഴ്ചകൾ എപ്പോഴും എന്റെ കംഫർട്ട് സോണിൽ നിൽക്കുന്നതായിരിക്കണം. അനുപമ പരമേശ്വരന്റെ കംഫർട്ട് സോൺ എന്താണ്? കേൾക്കട്ടെ. ഒരു ക്യാരക്ടർ ഉണ്ടാവും. ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി. പിന്നെ കോസ്റ്റ്യൂമാണ്. കോസ്റ്റ്യൂമിൽ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. തൽക്കാലം അതിനോട് താല്പര്യമുണ്ട്. തൽക്കാലം. അപ്പൊ ഭാവിയിൽ ഉണ്ടായേക്കാം? ഇല്ല, അങ്ങനെയല്ല. ക്യാരക്ടറിന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു പക്ഷെ അതിനനുസരിച്ചുള്ള കോസ്റ്റ്യൂം എടുക്കാം. അല്ലാണ്ട് ഓവർ ഗ്ലാമറസ് ആവാനോ അൾട്രാ മോഡേൺ ആവാനോ എനിക്ക് പറ്റില്ല. എങ്കിലും എനിക്ക് തോന്നുന്നു വളരെ ബോൾഡ് ആണ് അനുപമ വാക്കുകളിൽ. എനിക്ക് തോന്നുന്നു, ഇനി അത് വെറുതെ ആക്ടിംഗ് ആണോ എന്ന് എനിക്കറിയില്ല. താങ്കൾ വളരെ ബോൾഡ് ആയിട്ട് സംസാരിക്കുന്നു. അപ്പൊ ചോദ്യം ഇതാണ്, സൂര്യ നായകൻ താങ്കളെ വിളിക്കുന്നു തമിഴിലേക്ക്, ഒത്തിരി ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കണം, എന്ത് ചെയ്യും? എനിക്ക് അത്ര കംഫർട്ട് ലെവൽ അല്ല അത്. അപ്പൊ നമ്മൾ ചെയ്ത് വെറുതെ അത് ബോർ ആവുള്ളൂ. പിന്നെ ഫാമിലിക്കും താല്പര്യമില്ല. സോ അവരാണ് പ്രയോറിറ്റി. വായനോക്കികളെ തിരിച്ചറിയാനുള്ള 2 ലക്ഷണങ്ങൾ. നോട്ടം, കൈ. അതെങ്ങനെ കൈ? എങ്ങനെ എനിക്ക് മനസ്സിലായി? കൈയിന്റെ ആക്ഷൻസ് കൂടെ മനസ്സിലാവും. വീടിന്റെ ഗേറ്റിന് മുൻപിൽ ആൺകുട്ടികൾ ക്യൂ നിൽക്കാറുണ്ടോ? അത് കാലഘട്ടം മാറിയല്ലോ. ഫേസ്ബുക്കിന് മുന്നിലാണല്ലോ കാത്ത്. ഓക്കെ, ഫേസ്ബുക്കിന് മുമ്പിൽ ക്യൂ നിൽക്കുന്ന ആൺകുട്ടികളുടെ എണ്ണം പറയൂ, കേൾക്കട്ടെ. ഫിലിമിന് മുന്നേ എന്നെ അത്ര പേര് അറിയില്ലായിരുന്നു. പക്ഷെ ഫിലിമിന് ശേഷം പറഞ്ഞ നമ്പർ ഇത്ര ഹ്യൂജ് ആണ്. ശരി. ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യണം തോന്നി എപ്പോഴെങ്കിലും? ഇല്ല, ആരും അങ്ങനെ നല്ലത് വന്നില്ല. അതുകൊണ്ടല്ല, എന്തോ തോന്നിയില്ല. അനുപമ പരമേശ്വരൻ ആരെങ്കിലും പ്രേമിച്ച് പറ്റിച്ചിട്ടുണ്ടോ? പറ്റിച്ചിട്ടില്ല. നിവിൻ പോളിക്ക് കണ്ണുകൾ കൊണ്ടും ചിരി കൊണ്ടും ഒരു എന്താ പറയാ പോസിറ്റീവ് സൈൻ കൊടുത്തിട്ട് വേറെ ആളെ പ്രണയിച്ച പോലെ മറ്റാർക്കെങ്കിലും? ഞാനിതിപ്പോ പറഞ്ഞപ്പോഴോർത്തെ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ.
അല്ലാതെ അങ്ങനെ ഇല്ല. അനുപമ പരമേശ്വരനെ ഏറ്റവും സെക്സി ആക്കുന്നത് എന്താണ്? എന്റെ നോട്ടങ്ങളായിരിക്കാം. ഞാൻ അതിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളത്. പ്രേമത്തിൽ പറയുന്നു നിവിൻ പോളിയുടെ ഫ്രണ്ട്, ഇത്രമാത്രം ആൺകുട്ടികൾ പിന്നാലെ നടക്കാൻ അവൾക്ക് എന്താടാ ഉള്ളത്? അങ്ങനെ എപ്പോഴെങ്കിലും താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ എനിക്ക് എന്താ ഉള്ളത്? ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ഓക്കെ, ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടോ താങ്കൾക്ക് താങ്കളുടെ സൗന്ദര്യത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ? I know I'm not too bad. I am beautiful. More important, beautiful at heart. മോഹൻലാൽ, മമ്മൂട്ടി, ഇതിൽ ആരുടെ നായികയാവണം താങ്കൾ? അത് എന്നെ കണ്ടാറിനോട് എനിക്ക് അങ്ങനെ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുമോ? അല്ല, ഇതിൽ ആരെങ്കിലും നായികയായിട്ട് വിളിച്ചാലോ? നമ്മൾ സൂപ്പർ സ്റ്റാർസിന് പ്രായം ഒരു പ്രശ്നമല്ലല്ലോ. മോഹൻലാൽ നായികയാവാനായിട്ട് അത്ര ഞങ്ങൾ രണ്ടും സ്യൂട്ടായി പോകണ്ടേ? ബട്ട് ഐ ലൈക്ക് ഹിം വെരി മച്ച്. എനിക്ക് ഇഷ്ടം, പക്ഷെ മോഹൻലാലിനെ എനിക്ക് ഒന്നും കൂടി. ഓക്കെ, ഞാൻ ജാം ജ്യൂസറിലെ വെറുതെ താങ്കളെ ജാമാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് ക്ലബ് FM ആണ്, സ്റ്റാർ ജാമാണ് ഇവിടെ മാത്രം. ടൺ കണക്കിന് ഫൺ. സ്റ്റാർ റേറ്റിംഗ്. സ്റ്റാർ റേറ്റിംഗിന്റെ ടൈമാണ് ഇനി ക്ലബ് FM സ്റ്റാർ ജാമല്. സത്യം പറഞ്ഞാൽ ഒരുപാട് എക്സാംസ് എഴുതിയിട്ടുള്ള കക്ഷിയാണ് നമ്മളുടെ നായിക ഇന്ന് പ്രേമത്തിലെ. അല്ലേ അനുപമ? കുറെ എക്സാംസ് എഴുതിയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ ഇപ്പൊ പേപ്പറും പെന്നും ഞാൻ കൊടുത്തിട്ടുണ്ട്. അനുപമ പരമേശ്വരൻ 2014 ഒക്ടോബർ മാസം വരെ സാധാ അനുപമ പരമേശ്വരൻ ആയിരുന്നു. 2014 ഒക്ടോബറിന് ശേഷമാണ് പ്രേമം എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുന്നത്, അത് റിലീസ് ആവുന്നത്, പിന്നെ നായികയായി വളരുന്നത്. പക്ഷെ അതിന് മുൻപ് സാധാരണക്കാരിയായ CMS കോളേജിൽ പഠിക്കുന്ന അനുപമ പരമേശ്വരൻ. ഓക്കെ, അവരാണ് മാർക്ക് ഇടേണ്ടത്. റെഡി? ഞാൻ തരുന്ന കുറച്ചു പേരെ. ആദ്യം താങ്കൾക്ക് ഞാൻ തരുന്നത് നിവിൻ പോളി. ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും നിവിൻ പോളിക്ക്? സത്യസന്ധമായി പറയാൻ പാടും. 8. വിനീത് ശ്രീനിവാസൻ 7. അജു വർഗീസ് 7. ദുൽഖർ സൽമാൻ 8. ദുൽഖർ സൽമാനും നിവിൻ പോളി മോറെ റേഞ്ച് ആണോ? നമ്മള് മൂവി സെലക്ഷന്റെ ഇതായിരിക്കാം. ഓക്കെ, ആസിഫ് അലി 6.5. എവിടെയാണ് നിവിൻ പോളിയേക്കാളും ദുൽഖറിനേക്കാളൊക്കെ ഒരു 1 മാർക്ക് കുറഞ്ഞത് ആസിഫ് അലിക്ക്? മേ ബി നോട്ട് റൈറ്റ്. അതെന്റെ ഒരു പേഴ്സണൽ വ്യൂവിൽ നിന്നാണ്. മിക്കതും ഒരു ടൈപ്പ് ക്യാരക്ടേഴ്സ് ആയിട്ട് എനിക്ക് തോന്നി. ഫഹദ് ഫാസിൽ 8. ദുൽഖറിന് മാർക്ക് കിട്ടി. രണ്ടുപേരും ഈക്വൽ ആണ് അക്കോർഡിംഗ് ടു മീ. ഓക്കെ, ഇനി എനിക്ക് അറിയേണ്ട ഒരാളെ കുറിച്ചാണ്. അനുപമ പരമേശ്വരൻ ഔട്ട് ഓഫ് 10 എത്ര മാർക്ക് കൊടുക്കും? അയ്യോ, എനിക്ക് അറിഞ്ഞൂടെ. ബിഗ് സ്ക്രീനിൽ താങ്കൾ ആദ്യമായി കണ്ടപ്പോൾ എന്ത് ഫീൽ ഉണ്ടായത്? ഐ തിങ്ക് ഐ എം നോട്ട് ബാഡ് ഫോർ ദ ക്യാരക്ടർ. എങ്കിലും എത്ര മാർക്ക് കൊടുത്തു? ഒരു ഐ നീഡ് ടു. ഞാൻ അനുപമ പരമേശ്വരനെ കാണുന്ന ഒരു ആക്ട്രസിനേക്കാൾ ഉപരി എന്റെ പേഴ്സണൽ വ്യൂവിൽ നിന്നാണ്. സോ ഐ തിങ്ക് ഐ ക്യാൻ ഗെറ്റ് മാക്സിമം ഒരു 5. അതിൽ കൂടുതൽ പോവില്ല. ബിക്കോസ് ഐ ഹാവ് ടു ഇംപ്രൂവ് എ ലോട്ട്. അനുപമ, ഇപ്പൊ നമ്മളുടെ ചോട്ടാ ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ പോകുന്ന ടൈമാണ്. അതെ. താങ്കളുടെ ഫസ്റ്റ് ഡേ എന്തായിരുന്നു? ഓർമ്മയുണ്ടോ അത്? എനിക്ക് അത്യാവശ്യം ഓർമ്മയുണ്ട്. ഞാൻ പോണത് CKM എന്ന് പറഞ്ഞിട്ട് ഒരു സ്കൂളാണ്. ഒരു കുഞ്ഞു സ്കൂളാണ്. പ്രത്യേകിച്ച് മഴയുള്ള സമയമാണ്. വാട്ടർ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട്. മഴ പെയ്യണേന്റെ ഒരു മണമുണ്ട്. ചളി വിളിയായിരിക്കും. സ്ലിപ്പറൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അച്ഛനും അമ്മയാണ് എന്നെ കൊണ്ടാക്കണത്. എനിക്ക് എല്ലാവരും കരയുടെ പോലെ ഒന്നും കരഞ്ഞില്ല എന്ന് തോന്നുന്നത്. കാരണം എനിക്കൊരു ബെസ്റ്റ് ഫ്രണ്ട് അപ്പോഴേ കിട്ടി. കൃഷ്ണപ്രസാദ് എന്നാണ് എന്റെ പേര്. അങ്ങനെയല്ല, അവനെ മത്തങ്ങേന്ന് എന്നെ കുമ്പളങ്ങേന്ന് വിളിച്ചിരുന്നത്. ഞങ്ങൾ അങ്ങനെയായിരുന്നു. ഏറ്റവും ആദ്യം പ്രേമം കണ്ടിട്ട് താങ്കളെ വിളിച്ച് താങ്കൾ വളരെ എക്സൈറ്റഡ് ആയ ഒരു റെസ്പോൺസ് ആരുടെ ആയിരുന്നു? എന്നെ ഇതിലേക്ക് സജസ്റ്റ് ചെയ്ത എന്റെ അച്ഛനെ വിളിച്ചപ്പോഴാണ്. ഓക്കെ, അച്ഛനമ്മ അനിയൻ ഏറ്റവും കൂടുതൽ താങ്കളെ ക്രിട്ടിസൈസ് ചെയ്തത് ആരാണ്? അനിയനായിരിക്കും. ശരി, അച്ഛനമ്മ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ് താങ്കളെ? അമ്മ സപ്പോർട്ടീവ് ആണ്, അച്ഛനും സപ്പോർട്ടീവ് ആണ്. ഇതുവരെ അനുപമ പരമേശ്വരൻ കണ്ട സിനിമകളിൽ താങ്കളെ ഏറ്റവും കൂടുതൽ ത്രസിപ്പിച്ച, അതിശയിപ്പിച്ച ഒരു നടി? എനിക്ക് മഞ്ജു ചേച്ചി ഇഷ്ടം. പിന്നെ കണ്ണത്തിൽ മുത്തമിട്ടാൽ സിനിമയിൽ തന്നെ സിമ്രാൻ ചെയ്ത ക്യാരക്ടർ എനിക്ക് ഇഷ്ടം. അതേപോലെ ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. താങ്കൾ അതിശയിപ്പിച്ചൊരു നടൻ, ഞെട്ടിപ്പിച്ച നടൻ? നിവിൻ പോളി. ഞാൻ കാണുന്നത് ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ ഞെട്ടിപ്പോയി. ഷൂട്ടിംഗ് ടൈമിലോ? ഓഡിഷന് പോയ സമയത്ത് അതിനുള്ള ഒരു സ്റ്റെയർ കേസ് ഉണ്ടായിരുന്നു. ആലുവ പുഴയല്ലാതെ അനുപമ പരമേശ്വരൻ സ്ഥിരമായി പാടുന്ന ഒരു പാട്ട്? ഒരു ദൈവം തந்த പൂവേ എന്ന് പറഞ്ഞ സോങ്. മൊത്തത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ, കണ്ണത്തിൽ മുത്തമിട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. എനിക്ക് ഒരുപാട് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള തോന്നിയ ഒരു മൂവിയാണ് കണ്ണത്തിൽ മുത്തമിട്ട. അപ്പോ നമ്മളുടെ സ്റ്റാർ ജാം തീരുന്നു. അനുപമ പരമേശ്വരൻ 3 മണിക്കൂർ നമ്മൾ ഒരുമിച്ച്. എന്താണ് താങ്കളുടെ ഫീൽ സ്റ്റാർ ജാമിനെ കുറിച്ച് കേൾക്കട്ടെ? അയ്യോ, വരുമ്പോ ഒരു ടെൻഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോ അടിപൊളി, സെമ്മ സൂപ്പർ. എന്നമ്മ. ശരി, എങ്കിൽ ടൺ കണക്കിന് ഫൺ മ്യൂസിക്കലി പറയും, കേൾക്കട്ടെ. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പറയും. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് ഫൺ.